പൃഥ്വിരാജ്. ഹായ് മെജീഷ്യൻ എന്ന് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പഠിക്കുവാണോ? പഠിച്ചു കഴിഞ്ഞു. ഞാൻ റേഡിയോളജി പഠിച്ചതാണ്. റേഡിയോളജി പഠിച്ചു, എക്സ്റേ MRI ഒക്കെ പഠിച്ചാണ്. കോഴ്സ് ഏജ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ മാജിക് ഒക്കെ എപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്? മാജിക് ചെയ്തു തുടങ്ങിയിട്ട്, സ്റ്റേജ് ഷോ ചെയ്തു തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷമായി. മാജിക് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായോ? ഇല്ല, മാജിക് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷം. 8 വർഷം. മാജിക് മാത്രമാണോ അതോ മാജിക്കിന് കൂടെ വേറെ എന്തെങ്കിലും മാജിക് ഇപ്പോ യൂത്തിന്റെ ഇടയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന മെന്റലിസം ആണല്ലോ. അപ്പോ മെന്റലിസവും മാജിക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ എന്താണ് പെർഫോമൻസിൽ ആദ്യം മാജിക് ആണോ മെന്റലിസം ആണോ? മെന്റലിസവും മാജിക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മൈൻഡ് മാജിക് ആണ്. മൈൻഡ് മാജിക്. ഓക്കെ, മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും. ഓക്കെ, തീർച്ചയായും. മാജിക്കിന് ഒരു മജീഷ്യനും കാണികൾക്കും ഒരേപോലെ വേണ്ട ഒരു സാധനമുണ്ട്. എന്താണെന്ന് അറിയോ? കോമൺ സെൻസ്. കോമൺ സെൻസ് വേണം, അത് നോർമലാണ്. അതുകൂടാതെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, അത് കാണുന്നവർക്കും അതുപോലെ തന്നെ ഒരു മജീഷ്യനും വേണം. രണ്ടുപേർക്കും ഒരേപോലെ കോൺസെൻട്രേഷൻ വേണം. സോ കോൺസെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റാണ് ആദ്യത്തത്. ഒരു കോൺസെൻട്രേഷൻ ടെസ്റ്റിംഗ് ആണ് അത്. നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ആ കോൺസെൻട്രേഷനെ ഒന്ന് മിസ്ഡയറക്ട് ചെയ്യും, ഡൈവേർട്ട് ചെയ്യും. യെസ്, ഒന്ന് മിസ്ഡയറക്ട് ചെയ്യാൻ ശ്രമിക്കും. റെഡി? എന്റെ തന്നെയാണോ? ഞാൻ ഇപ്പൊ തന്നെ ഡയറക്റ്റ് എന്നത് പോയി. അവിടെ നിന്ന് ജസ്റ്റ് അവിടെ ഞാൻ ഇവിടെ ചെയ്തോളാം. ഇതിന് ഹെൽപ്പ് ആവശ്യമില്ല. ഓക്കെ, എന്നോട് മാറിപ്പോവാൻ ഹെൽപ്പിന് വിളിക്കും വന്നാൽ മതി. ശരി, എന്നാ വിളിക്കണേ. കോൺസെൻട്രേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ? ചില പണ്ട് കാലത്തുള്ളവർ പറയാറുണ്ട്, ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ ആ കാര്യം സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ലൈക്ക് ദാറ്റ് എനിക്കും വിശ്വാസമില്ലായിരുന്നു. നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. മേ ബി ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. നമ്മുടെ കണ്ണിന് ഒരു പവറുണ്ട്. എല്ലാവരുടെയും കണ്ണിനൊരു തീക്ഷ്ണതയുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ആക്റ്റാണ് ഇത്. കഴിഞ്ഞ ഫെബ്രുവരി 14 എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് തന്ന ഒരു ബലൂണിൻ്റെ സ്റ്റിക്കാണ്. അത് ബലൂണും ഉണ്ടായിരുന്നു, വരുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് പൊട്ടിപ്പോയതാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടുന്ന് കിട്ടുന്ന ബലൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ബലൂൺ എടുത്ത് ഒരു ബലൂണിനെ വീർപ്പിച്ച് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റാൻഡിലേക്ക് ഈ ബലൂണിനെ വെക്കുകയാണ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കിതിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, എലിൻ ചേച്ചി, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം. ഇനി ജഡ്ജസ് 3 പേരും അതുപോലെ നമ്മളും ആ ബലൂണിലേക്ക് ഷാർപ്പായിട്ട് നോക്കണം. ഓക്കെ, ഫോർ എ കപ്പിൾ ഓഫ് സെക്കൻഡ്സ് നമ്മൾ ആ ബലൂണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബലൂണ് പൊട്ടുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യണം. റെഡി സർ? റെഡി. ഓക്കെ, റെഡി. 1 2 3 ഞാനൊന്ന് വന്നോട്ടെ കേട്ടോ. ഞാനൊന്ന് വന്നോട്ടെ. ബലൂൺ ശരിക്കും ഇത് ബലൂൺ വെക്കുന്ന സ്റ്റാൻഡാണ്. നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് പൊട്ടിച്ചാണോ അത്? നമ്മുടെ കണ്ണിന് നമ്മൾക്കറിയാത്തൊരു പവർ ഉണ്ട്. അത് ചില സന്ദർഭങ്ങളിലൊക്കെ അത് വർക്കൗട്ട് ആവും, ചില സന്ദർഭങ്ങളിൽ വർക്കൗട്ട് ആവില്ല. ഇനി അപ്പോ നമുക്കൊരു ഐറ്റം ചെയ്യാം. ഡെഫിനറ്റ്ലി. ഓക്കെ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താണെന്ന് അറിയാം? ഈ സാധനം കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതല്ല, ഇത് നമ്മൾ എഴുതുന്ന റൈറ്റിംഗ് ബോർഡ്. എപ്പോഴാണ് എഴുതുന്നത്? എക്സാമിന്. ഓക്കെ, വെരി ഗുഡ്. അറിയാം അല്ലേ? അതെ. ഇതിനകത്ത് ഒരു പേപ്പർ ഉണ്ട് അല്ലേ? അതിനകത്ത് എന്താ? ഒരു പിക്ചർ ഉണ്ട്. ഒരു പിക്ചർ ഉണ്ട്. എന്താണ് പിക്ചർ? ഒരു ഫോർക്കാണ് അല്ലേ? ഒരു ഫോർക്കാണ്. ഇനി പ്ലീസ് പുട്ട് യുവർ വാല്യുബിൾ സൈൻ ഓൺ ദിസ് പേപ്പർ. ഓക്കെ, ഇതൊന്നും ചെക്കിൽ കൊണ്ട് ഇട്ടേക്കരുത്. ഓക്കെ, എനിക്കായിരുന്നു ഓട്ടോഗ്രാഫായിട്ട് ഞാൻ എടുത്തോളാം കേട്ടോ. താങ്ക് യു. ഇനി നമ്മൾ ഇവിടെ മാത്രമല്ല, പേപ്പറിൻ്റെ പിറകുവശത്തുകൂടി ഒരു സൈൻ വേണം. അത് നമ്മൾ അവിടെ ചെന്ന് പക്രു ചേട്ടനെയും കൊണ്ട് സൈൻ ഇടാൻ പോവാണ്. ഈ സൈൻ എന്തിനാണ് ഞാൻ ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സൈൻ ചെയ്യിപ്പിച്ചത് ഞാൻ ഈ പേപ്പർ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള തെളിവിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ സൈൻ ചെയ്യിപ്പിച്ചത്. ഇനി ഞാൻ ഈ പേപ്പറിനെ ഇങ്ങനെ മടക്കിയെടുക്കണം. ഓക്കെ, മടക്കിയെടുത്ത്
ഇത് ഞാൻ ചേച്ചിയുടെ കയ്യിലേക്ക് തരാണ്. ഇതിങ്ങനെ ഉയർത്തിപ്പിടിക്കാം, ഭദ്രമായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഓക്കെ, ഒരു കൈ കൊണ്ട് പിടിച്ചാൽ മതി. ഓക്കെ. മറ്റേ കൈയുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഒന്ന് പരമാവധി ലൂസ് ചെയ്ത് പിടിക്കാം, പരമാവധി മാക്സിമം ലൂസ് ചെയ്ത് പിടിക്കാം. ഈ വിരല്, ഈ ഫിംഗർ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് ബെൻഡ് ചെയ്യാം, ഇമാജിൻ ചെയ്യാം. ചെറുതായിട്ട് ബെൻഡ് ചെയ്യിക്കാം. ബെൻഡായി വരികയാണ്. ആ വിരല്, ആ ഫിംഗർ ബെൻഡായി വരികയാണ്. ബെൻഡ് ആവുന്നതായിട്ട് ഫീൽ ആവുന്നുണ്ടോ? ചെറുതായിട്ട് ഫീൽ ആവുന്നുണ്ട് അല്ലേ? റൈറ്റ്. ഇനി ഈ സമയത്ത് ഇപ്പുറത്ത് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് നേരത്തെ ഒരു ഫോർക്കിന്റെ പിക്ചർ കണ്ടതാണ്. ഫ്രണ്ടിലും ബാക്കിലും സൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കില് തെസ്നിക്കും പക്രുചേട്ടനും സൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചേച്ചി സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് മാറ്റിക്കോ. ഫിംഗർ ബെൻഡ് ആയല്ലോ. ഓക്കെ, ആ സ്പൂണിന് എന്ത് മാറ്റമാണ് സംഭവിച്ചെന്ന് നോക്കാം. പിക്ചർ സൈൻ അവിടെ തന്നെയുണ്ട്. പിക്ചർ സൈൻ അവിടെ തന്നെയുണ്ട്. ബാക്കിലും പേപ്പറാണ്. ബാക്കിലും മുമ്പിലും സൈൻ ഉണ്ട്. അത് ഫോർക്ക് ബെൻഡ് ആക്കാൻ പറ്റുന്ന ഫോർക്കാണെന്ന് തൊട്ട് നോക്കാം. പിക്ചറും തൊട്ട് നോക്കാം. പിക്ചറും തൊട്ട് നോക്കാം. അത് ഒറിജിനൽ പിക്ചർ അല്ലേ എന്ന് തൊട്ട് നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഓട്ടോഗ്രാഫായിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോവാണ്. ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ അവതരിപ്പിച്ചു. എന്റെ കൈക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മയെ ഞാൻ കിച്ചണിലേക്ക് വരുമ്പോൾ ഇനി ഈ ട്രിക്കായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഐ ഹാവ് an empty bag. ഒരു കർച്ചീഫ് കൂടി ഉണ്ട്. ഓക്കെ, empty bag. ഈ കർച്ചീഫ് ഒന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കാം. എല്ലാവരും കാണിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് പഴയതാണ്, എന്നാലും കാണാൻ രസമുണ്ടല്ലോ. ഈ empty ബാഗിനകത്തേക്ക് ആ കർച്ചീഫിനെ ഇടാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് എടുക്കാം. ഇനി എൻ്റെ കയ്യിൽ ഒരു കാർഡ്സ് ഉണ്ട്. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. കണ്ടല്ലോ, എല്ലാ കാർഡ്സും ഒരുവിധം എല്ലാ കാർഡ്സും ഇതിനകത്തുണ്ട് അല്ലേ? ഇനി ഞാൻ ഇങ്ങനെ റിഫിൽ ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യിക്കണം എന്നെ കൊണ്ട്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ടോപ്പിൽ വരുന്ന കാർഡായിരിക്കും ചേച്ചിയുടെ സെലക്ഷൻ. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ടോപ്പിൽ വരുന്ന കാർഡ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മതിയോ? ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിൽ ടോപ്പിൽ വരുന്നതാണ് സെലക്ഷൻ. ആ കാർഡ് എടുത്ത് നോക്കാം. എന്നെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഏതാണ് കാർഡ്? 8 of diamonds. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. 8 of diamonds ആണ്. ഓക്കെ, ഇനി ആ കാർഡ് നമ്മൾ നേരത്തെ ഒരു കർച്ചീഫിനകത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വേവ് ചെയ്യാവും. ഇതിന്റെ മേലെ ഇങ്ങനെ തിരിച്ച് വേവ് ചെയ്യാവും. ഓക്കെ, 2-3 തവണ ഒന്ന് വേവ് ചെയ്യാവും. ഓക്കെ, കാർഡ് ആ ടേബിളിൽ വെച്ചോളൂ. ഇനി തിരിച്ചു, ഞാൻ ടച്ച് ചെയ്യുന്നില്ല, അത് തിരിച്ച് ആ കർച്ചീഫിന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, വാട്ട് ഹാപ്പൻ? ഞാൻ എന്താണ് ഈ കാണുന്നത്? യുവർ ചോയ്സ് ആയിരുന്നു, റാൻഡം ചോയ്സ് ആയിരുന്നു. ഞാൻ തന്നെയാണ് ആ കർച്ചീഫ് 2 തവണ ഇങ്ങനെ കുടഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടത്. അത് പ്രിന്റഡ് ആണ്. കർച്ചീഫ് പ്രിന്റഡ് അല്ലേ? ഒറിജിനൽ പ്രിന്റഡ് അല്ലേ? അതെ. യെസ്. ഓ, ദാറ്റ്സ് നൈസ്. ഒരു കൈയ്യടി കൊടുക്കും. എനിക്ക് ഇതെല്ലാം അവിടെ പറ്റത്തില്ലാത്തോണ്ടല്ലേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനിയുണ്ടോ ഇങ്ങനെ? തൽക്കാലത്തേക്ക് പോരെ. പൊളിച്ചു. എങ്ങനെയുണ്ട് നമ്മുടെ ചെക്കൻ? കിളിയിലേക്ക് ഇങ്ങനെ പറഞ്ഞ് കളഞ്ഞേ. പക്രുചേട്ടൻ എന്നാ പറയാനല്ലേ? അമേസിംഗ്, നല്ല പ്രസന്റേഷൻ ആണ്. അതുപോലെ ചെയ്തത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അതിഗംഭീരമായിരുന്നു. വൃത്തിയായിട്ട് ചെയ്തെന്നുള്ളതാണ്. കാരണം വളരെ കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമ്മളെ ഈ നേരത്തെ വന്ന് ആദ്യം നിന്ന് പറഞ്ഞല്ലോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, നമുക്കും ആ മാജിക്കിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിപ്പിക്കാത്ത തരത്തിലാണ്. അതായത് ആ ഒരു കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ ഐറ്റംസും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്. നടപ്പിലും എടുപ്പിലും ടോക്കിലും ആ കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഒക്കെ. ഈ ഇപ്പൊ എത്ര വയസ്സുണ്ടായിട്ടുണ്ടാവും? എനിക്ക് 21 വയസ്സായി. ഈ 21 വയസ്സിൽ തന്നെ ഇത്രയും കൈയടക്കം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും, യാതൊരു സംശയമില്ല.
അറിയപ്പെടുന്ന വലിയ മജീഷ്യന്മാരെ പോലെ. നന്നായിട്ട് വളക്കോട്ടോ. അതെ. ആ ഫോർക്ക് വളച്ചപ്പോ ഇക്കയ്ക്ക് അതൊരു പ്രത്യേക ചില കാര്യങ്ങൾ ഇക്ക ശ്രദ്ധിക്കും. കോൺസെൻട്രേഷൻ ലെവൽ അങ്ങനെയുണ്ട്. വളക്കാനായിട്ട് മിടുക്കനാ. പേപ്പറിൽ ഞാന് പിന്നെ പഠിച്ചു കഴിഞ്ഞ് ഇപ്പോ കുറച്ച് നാള് ബസ്സിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം മണി അടിച്ചും വളയ്ക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത് അങ്കിൾ? അല്ല, അത് ശരിക്കും ഗേൾഫ്രണ്ട് എന്നാണോ ബലൂണിന്റെ കാര്യം പറഞ്ഞത്? ഗേൾഫ്രണ്ടിന്റെ പേര് പറഞ്ഞോളൂ എന്നാ. പേര് തൽക്കാലം ഇപ്പൊ പറയുന്നില്ല. അവരുടെ വീട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ. ശരി, ഗേൾഫ്രണ്ട് എന്ത് ചെയ്യുന്നു? കൂടെ പഠിച്ചാണോ? കൂടെ പഠിച്ചാണോ? കൂടെ പഠിച്ചല്ല. കൂടെ പഠിച്ചല്ല. അല്ല. ശരി, അപ്പൊ ഗേൾഫ്രണ്ടിന്റെ വീട്ടുകാരെന്ന് അറിയില്ല. എങ്കിലും ഞാൻ പറയാണ്, ഇനി ഭാവിയിൽ ഈ ഒരു പ്രൊപ്പോസൽ വരുമ്പോൾ വേണ്ട എന്ന് പറയണ്ട. കാരണം ഞങ്ങൾക്കറിയാം ചെക്കൻ അടിപൊളിയാണ്. അപ്പൊ ശിവരാജ് ബെസ്റ്റ് വിഷയം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? നമ്മുടെ മാജിക്കാരി ഇവിടെ ഇരിക്കില്ലേ? അതെ, നമ്മുടെ മാജിക്കാരി കിളി പോയി. ശിവരാജ് പറഞ്ഞിരിക്കുന്നില്ല. ഈ ഐറ്റംസ് ഒക്കെ അറിയാവുന്ന തന്നെയാണ് ശിവരാജ്. ശിവരാജ്, ഞാൻ പ്രൊഫസർ ശിവരാജ് എന്ന് പറയുന്നു. അയ്യോ, അല്ല, എന്താണെന്നറിയോ, ഒരു മെജീഷ്യന്റെ ഏറ്റവും വലുത് പ്രസന്റേഷനാണ്. വാചകം, നമുക്ക് വാചകം പാചകം എന്ന് പറയുന്ന പോലെയാണ് വാചകവും മാജിക്കും. നമ്മൾ ആ സംസാരത്തിലാണ് നമ്മളെ പിടിച്ചു നിർത്താം. ശരിക്കും മാജിക്കിൽ ചെറിയ സിമ്പിൾ ഐറ്റം ആയിരിക്കും, പക്ഷെ നമ്മൾ സംസാരത്തിൽ കൂടിയാണ് ആൾക്കാരെ അങ്ങ് ഇരുത്തണം. നമ്മൾ അത് കോമഡി രൂപത്തിൽ പറയാം. ചിലർ ഭയങ്കര അട്ടഹാസവും ബഹളവും പേടിപ്പിക്കും. അത് എല്ലാവർക്കും അങ്ങ് ഏക്കില്ല. പക്ഷേ ചില ആൾക്കാരെ ഉദ്ദേശിച്ചു. അതെ, അല്ല, അങ്ങനത്തെ മാജിക് നമ്മുടെ കുട്ടികളൊക്കെ പേടിക്കും. ഞാനൊക്കെ പേടിച്ചിട്ടുണ്ട് അങ്ങനത്തെ മാജിക് കണ്ടിട്ട്. പക്ഷെ നമ്മുടെ മുതുകാട് സാറ്, പിന്നെ വാഴക്കുന്ന് നമ്പൂതിരി, പ്രൊഫസർ ഭാഗ്യനാഥ്, PC സർക്കാർ, ഇവരുടെയൊക്കെ മാജിക് എന്ന് പറയുന്നത് ഭയങ്കര, അവർ സംസാരിച്ചിട്ട് നമ്മളൊക്കെ അതിൽ ആ സംസാരത്തിന് നമ്മൾ വീണു പോകും. അപ്പൊ മോനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, മാജിക്കിന്റെ ABCD ആയിട്ടേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് നല്ലോണം കൈകാര്യം ചെയ്താൽ നല്ലൊരു മെജീഷ്യനായിട്ട് തന്നെ മാറാൻ സാധിക്കും. അപ്പൊ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളതുകൊണ്ട് ഇനി ഇങ്ങനെ ഓരോ മാജിക് ചെയ്യും തോറും ഈ സംസാരത്തിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ലൊരു മെജീഷ്യനായിട്ട് മാറട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഓൾ ദ ബെസ്റ്റ്.